ഓരോ വിഗ്രഹങ്ങളും ഇടിഞ്ഞു വീഴുകയാണ്, തകർന്ന് വീഴുകയാണ് ഇപ്പോൾ മലയാള സിനിമയിലെ ഓരോ വിഗ്രഹങ്ങളും. ഏറ്റവും ഒടുവിൽ നടി ഗീതാ വിജയൻ തന്റെ അനുഭവം പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. സിനിമാ ഷൂട്ടിങ്ങിനിടെ വളരെ മോശമായ, വളരെ നികൃഷ്ടമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. പ്രതികരിച്ചതിന്റെ പേരിൽ സിനിമയിൽ അവസരം നഷ്ടമായെന്നും അവർ പറയുന്നു. സംവിധായകൻ തുളസീദാസാണ് മോശമായി പെരുമാറിയതെന്ന് ഗീതാ വിജയൻ പറഞ്ഞു. 1991 ചാഞ്ചാട്ടം എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് മോശം അനുഭവം ഉണ്ടായത്. മുറിയിൽ തട്ടി, റൂമിലെ ഫോണിൽ വിളിച്ചു. ഇങ്ങനെ പല വിധത്തിൽ തുളസീദാസ് തന്നെ അപമാനിച്ചു. പക്ഷേ ശാരീരിക ഉപദ്രവത്തിന് താൻ നിന്നുകൊടുത്തില്ല, ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു. അന്വേഷണ സംഘം സമീപിച്ചാൽ ഇക്കാര്യങ്ങളെല്ലാം തുറന്ന് പറയുമെന്ന് ഗീത പറഞ്ഞു. സിനിമയിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള അവസരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ വന്നിരിക്കുന്നതെന്നും പ്രതികരിച്ചതിന്റെ പേരിൽ സിനിമയിലെ അവസരങ്ങൾ ഒരുപാട് നഷ്ടമായിട്ടുണ്ടെന്നും നടി വെളിപ്പെടുത്തി. 1991 സിനിമയിൽ പുതിയ ആളായി എത്തിയപ്പോൾ മോശമായ അനുഭവമുണ്ടായി. അപ്പോൾ തന്നെ താൻ പ്രതികരിച്ചു. നോ പറയേണ്ട സ്ഥലത്ത് നോ പറഞ്ഞു. അതിനാൽ പലരുടെയും കണ്ണിലെ കരടായി. പ്രതികരിച്ചതിന്റെ പേരിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. പ്രതിരോധിക്കുന്നവർക്ക് ഒരിക്കലും അവസരം കിട്ടില്ല. സിനിമ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ഇതാണ് ഗീതാ വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. സെറ്റിലെ ദുരനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ സഹപ്രവർത്തകരിൽ നിന്ന് തനിക്ക് മാനസിക പിന്തുണ ലഭിച്ചതായും അവർ വെളിപ്പെടുത്തി. ചിലർ സെറ്റുകളിൽ സംരക്ഷകരായി നിന്നു. അതിനാൽ വലിയ ഉപദ്രവം ഉണ്ടായില്ല. നല്ലവരായ നിരവധി ആൾക്കാരും സിനിമയിലുണ്ട്. എന്നാൽ സിനിമാ മേഖലയിൽ വിവേചനം ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ അഭിനേതാക്കൾക്ക് തുല്യ പരിഗണന ഉണ്ടാകും എന്ന് പറയാറുണ്ടെങ്കിലും ഉണ്ടായിട്ടില്ല. ഇത് മാറ്റത്തിനുള്ള അവസരമാണ്. പരാതി കൊടുത്താൽ ആരോപണ വിധേയന് പിന്നെയും നിരവധി സിനിമ ലഭിക്കും. പരാതിക്കാരിയെ സിനിമയിൽ നിന്ന് ഒഴിവാക്കും. ഈ ആശയമാണ്, ഈ പരമ്പരാഗത സ്വഭാവമാണ് മാറേണ്ടതെന്നും ഗീതാ വിജയൻ പറഞ്ഞു. ഹേമ കമ്മിറ്റിയെ നിയോഗിച്ച സർക്കാരിന് നന്ദി പറയുന്നതായും അവർ പറഞ്ഞു. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് നന്നായി. സിനിമ മികച്ച മേഖലയാണ്. പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് സഹിക്കാൻ കഴിയാത്തത്. സിനിമാ മേഖല സുരക്ഷിതമാക്കണം. സുരക്ഷിതമായാലേ സുഗമമായി അഭിനയിക്കാൻ കഴിയൂ. സിനിമയിലെ പല സ്ത്രീകളുടെയും ജീവിതം നരകപൂർണമാണ്. ഇതിനെല്ലാം അവസാനം കാണണമെന്നും ഗീതാ വിജയൻ പറഞ്ഞിരിക്കുന്നു. ഗീതാ വിജയൻ ഇപ്പോൾ തച്ചുടച്ചിരിക്കുന്നത് സമൂഹത്തിൽ മാന്യനെന്ന് കരുതുന്ന, അല്ലെങ്കിൽ മാന്യനായി നിറയുന്ന, അല്ലെങ്കിൽ മാന്യനെന്ന് സ്വയം അവകാശപ്പെടുന്ന തുളസീദാസിന്റെ ബിംബമാണ്. തുളസീദാസും ദിലീപും തമ്മിലുള്ള യുദ്ധമാണ് മലയാള സിനിമയിൽ ഒരു കാലത്ത് വലിയ ചർച്ചയായി മാറിയത്. തുളസീദാസിന് ഡേറ്റ് കൊടുത്തിട്ട് ദിലീപ് സംവിധായകനെ മാറ്റിയതും, തുടർന്ന് മാക്ട പിളർന്നതും, ഫെഫ്ക ഉണ്ടായതും ഒക്കെ ചരിത്രം. എന്തായാലും അതൊക്കെ ചരിത്രം. ആ ചരിത്രമല്ല ഇപ്പോ പ്രധാനം. സെറ്റിൽ വെച്ച് തുളസീദാസ് മോശമായി പെരുമാറി എന്ന് പറയുന്നത് മറ്റാരുമല്ല, പ്രശസ്ത നടിയായ ഗീതാ വിജയനാണ്. ഗീതാ വിജയനെ പോലും വെറുതെ വിടില്ലെങ്കിൽ ഇവർ ബാക്കിയുള്ളവരെ എങ്ങനെ വെറുതെ വിടും?